അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് പ്രോമിസസിന്റെ കൺസെപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് പ്രോമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാൻഡിൽ അസിൻക്രണസ് ആയിട്ടുള്ള ടാസ്കുകളിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രോമിസസ് യൂസ് ചെയ്യുന്നത്. അസിൻക്രണസ് ആയിട്ടുള്ള ടാസ്കുകളിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് പ്രോമിസസ് യൂസ് ചെയ്യുന്നത്. ബൈ പ്രൊവൈഡിങ് എ മോർ റീഡബിൾ ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ദാൻ കോൾ ബാക്സ് ഫോർ ഹാൻഡ്ലിങ് ഔട്ട്പുട്ട്സ്. നമ്മുടെ ഔട്ട്പുട്ട്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കോൾ ബാക്സ്, നമ്മുടെ കോൾ ബാക്സിനകത്തൊക്കെ നമ്മൾ ഔട്ട്പുട്ട്സിനെ ഹാൻഡിൽ ചെയ്യണേക്കാളും കൂടുതൽ റീഡബിളും കൂടുതൽ സ്ട്രക്ചേർഡും ആയിട്ടുള്ള ഒരു അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രോമിസസ് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അസിൻക്രണസ് ടാസ്കിനെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കോൾ ബാക്സിന് പകരം നമ്മുടെ ഔട്ട്പുട്ട്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കോൾ ബാക്സിന് ക്കാളും കൂടുതൽ റീഡബിളും സ്ട്രക്ചേർഡ് അപ്രോച്ചും ഈ പ്രോമിസസ് ആണ്. അപ്പൊ നമുക്ക് പ്രോമിസസിനകത്ത് ഉള്ള ടൈപ്സ് ആൻഡ് സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണ്? ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് ആൻഡ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്റ്റിൽ ഗോയിങ് എന്ന് പറഞ്ഞാൽ. സ്റ്റിൽ ഗോയിങ്, പെൻഡിങ് ആയിട്ട് ഇരിക്കുകയാണ്. ഫുൾഫിൽഡ് എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. റിജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഫെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ടൈപ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് പ്രോമിസ് എന്ന് പറയുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ കോൺസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കോൺസ്റ്റ് ഡാറ്റ ടു നെയിം ജോൺ, ഒരു കേർലി ബ്രാക്കറ്റ്, ഒരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. നെയിം ജോണ്, അതിനകത്ത് ഏജ് 30, 2 കീ വാല്യൂ പേഴ്സ് ആണ് ഉള്ളത്. അതായത് ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ന്യൂ പ്രോമിസ്, ഒരു പ്രോമിസിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ആ ഫംഗ്ഷനകത്ത് പ്രോമിസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ പ്രോമിസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിനകത്ത് റിസോൾവ് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 പാരാമീറ്റർ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് ആ ഫംഗ്ഷന്റെ ഉള്ളില് ഒരു സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ട് റിസോൾവ് ഓഫ് ഡാറ്റ 2000, 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് റിസോൾവ് ഓഫ് ഡാറ്റ എന്ന് വന്നിട്ടാണ് ഒരു സെറ്റ് ടൈം ഔട്ടും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പ്രോമിസിന്റെ ഉള്ളിൽ എഴുതിയേക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫെച്ച് ഡാറ്റ ഡോട്ട് ദെന്ന്, അത് കഴിഞ്ഞിട്ട് ഫെച്ച് ഡാറ്റ ഡോട്ട് ഈ ഫെച്ച് ഡാറ്റ ഡോട്ട് ദെന്ന് അത് കഴിഞ്ഞിട്ട് അത് ഫെച്ച് ഡാറ്റ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ഡാറ്റ നമുക്ക് കിട്ടിയ റിട്ടേൺ ചെയ്ത ഡാറ്റ ഇതിനകത്ത് എന്താണ് ഒരു ഫംഗ്ഷൻ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്, കൺസോൾ ഡോട്ട് ലോഗ്. ആ ഡാറ്റ വെച്ചിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഡാറ്റേനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് അതിന്റെ കോഡ് എന്ന് പറഞ്ഞത്. പിന്നെ അതിനകത്ത് ഫെച്ച് ഡാറ്റ എഴുതി, ഫെച്ച് ഡാറ്റ ഡോട്ട് ദെന്ന്, പിന്നെ ഡോട്ട് ദെന്ന് ഉണ്ട്, പിന്നെ ഡോട്ട് ക്യാച്ച് ഉണ്ട്. ഡോട്ട് ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാനായിട്ടാണ് ഡോട്ട് ക്യാച്ച് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് എറർ വരുവാണെങ്കിൽ കൺസോളിനകത്ത് എററിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അതായത് യു ക്രിയേറ്റഡ് ആൻ ഒബ്ജക്റ്റ് നെയിംഡ് ഡാറ്റ വിത്ത് സം ഡീറ്റെയിൽസ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു വിത്ത് നെയിം ഡാറ്റ എന്ന് പറഞ്ഞ പേരിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡാറ്റ വിത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഫെച്ച് ഡാറ്റ റിട്ടേൺസ് എ പ്രോമിസ്. ഒരു ഫെച്ച് ഡാറ്റ ഉണ്ട്. ഫെച്ച് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോമിസിനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അറിയാലോ, പ്രോമിസിനെ റിട്ടേൺ ചെയ്യുന്നു. ന്യൂ പ്രോമിസ് എന്ന് പറഞ്ഞ ക്രിയേറ്റ്സ് എ പ്രോമിസ് ഒബ്ജക്റ്റ് ടു
ഒരു പ്രോമിസ് ആയിട്ടുള്ള ഒരു പ്രോമിസ് ഒബ്ജക്റ്റിനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ടു ഹാൻഡിൽ സംതിങ് ദാറ്റ് ടേക്സ് ടൈം. അതായത് സമയമെടുത്ത് ചെയ്യുന്ന ഒരു ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ പ്രോമിസ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ലൈക്ക് എ ഡിലേ ഓർ API കോൾ, ഒരു ഡിലേ ആവാം, API കോൾ ആവാം. അപ്പൊ അതിനെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ പ്രോമിസ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇൻസൈഡ് ദ പ്രോമിസ്, ആ പ്രോമിസിന്റെ ഉള്ളിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് റിസോൾവ്, യു ഗെറ്റ് ടു ഫങ്ഷൻസ്, റിസോൾവ് ഓഫ് വാല്യൂ. അപ്പൊ നമ്മള് എന്താണ് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഒരു പ്രോമിസ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇതിനകത്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ഈ പ്രോമിസ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പ്രോമിസിനകത്ത് അവര് പറഞ്ഞേക്കുന്നത് എന്താണ്, യു ഗെറ്റ് ടു ഫങ്ഷൻസ്. അതിനകത്ത് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത് ഇൻസൈഡ് ദ പ്രോമിസ്. പ്രോമിസിന്റെ ഉള്ളിൽ രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന് റിസോൾവ് ഓഫ് വാല്യൂ, കോൾ ദിസ് വെൻ എവറിത്തിങ് ഗോസ് റൈറ്റ്. എല്ലാം റിസോൾവ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് എല്ലാം ശരിയാവുകയാണെങ്കിൽ മാത്രം റിസോൾവ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് റണ്ണ് ചെയ്യുന്നു, അതിനെ കോൾ ചെയ്യുന്നു. മനസ്സിലായോ? റിസോൾവ് ഓഫ് വാല്യൂവിനെ കോൾ ചെയ്യുന്നത് എല്ലാം കറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ റിസോൾവ് ഓഫ് വാല്യൂ എന്ന് പറയുന്നതിനെ കോൾ ചെയ്യുന്നു. എല്ലാം റൈറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ. നീ റിജക്റ്റ് ഓഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ദിസ് വെൻ സംതിങ് ഗോസ് റോങ്. എന്തെങ്കിലും റോങ് ആയിട്ട് പോരുവാണെങ്കിൽ റിജക്റ്റ് ഓഫ് എററിനെ കോൾ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ റിസോൾവ് ഉണ്ട്, റിജക്റ്റ് ഉണ്ട്. ഇപ്പൊ രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. റിസോൾവ് ഉണ്ട്, റിജക്റ്റഡ് ഉണ്ട്. എല്ലാം റൈറ്റ് ആയിട്ട് വരെ റിസോൾവ് കോൾ ചെയ്യും, എല്ലാം ആയിട്ട് വരുവാണെങ്കിൽ റിജക്റ്റിനെ കോൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് സെറ്റ് ടൈം ഔട്ട് സിമുലേറ്റ്സ് എ ഡിലേ ഓഫ് 2 seconds. അതിനകത്ത് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. ദെൻ കോൾസ് റിസോൾവ് ഓഫ് ഡാറ്റ മീനിങ് ദ പ്രോമിസ് ഇസ് സക്സസ്ഫുൾ. അപ്പൊ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട്. 2000 മില്ലി സെക്കൻഡ്സ് ഡിലേ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2000 ഡിലേ കഴിഞ്ഞിട്ട് റിസോൾവ് ഓഫ് ഡാറ്റ, റിസോൾവ് ആണ് എങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ഡാറ്റേനെ റിസോൾവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് റിസോൾവ് ഡാറ്റ എന്നെ കോൾ ചെയ്യുന്നു. മീനിങ് ദ പ്രോമിസ് ഇസ് സക്സസ്ഫുൾ. റിസോൾവ് ഡാറ്റേനെ കോൾ ചെയ്യുകയാണെങ്കിൽ പ്രോമിസ് സക്സസ്ഫുൾ ആണ് എന്നാണ് അർത്ഥം. പ്രോമിസ് സക്സസ്ഫുൾ ആണ് എന്നാണ് അർത്ഥം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പ്രോമിസ് സക്സസ്ഫുൾ. അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഡെൻ റൺസ്. അത് കഴിഞ്ഞിട്ട് പ്രോമിസ് സക്സസ്ഫുൾ ആണെങ്കിൽ എന്താണ്, സക്സസ്ഫുൾ ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നു. ഫെച്ച് ഡാറ്റ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോട്ട് ഡെൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കാം. ഡോട്ട് ഡെൻ എന്ന് പറയുന്നത് റൺസ് ആഫ്റ്റർ ദി പ്രോമിസ് ഇസ് റിസോൾവ് ആൻഡ് പ്രിന്റ്സ് ദ ഡാറ്റ. അതായത് പ്രോമിസ് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് ഡെൻ റൺ ചെയ്യുന്നു. എന്നിട്ട് എന്താ അത് ചെയ്യുന്നത്, ഡോട്ട് ഡെൻ എന്താ ചെയ്യുന്നത്, ഡാറ്റയെ പ്രിന്റ് ചെയ്യുന്നു. ഡോട്ട് ഡെൻ പ്രോമിസ് റിസോൾവ് ഫെച്ച് ഡാറ്റയിനകത്താണ് പ്രോമിസ് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡാറ്റയെ പ്രിന്റ് ചെയ്യുന്നു. ദെൻ പ്രിന്റ്സ് ദ ഡാറ്റ. ഡോട്ട് ക്യാച്ച് എന്ന് പറഞ്ഞ റൺസ് ഇഫ് ദ പ്രോമിസ് ഇസ് റിജക്റ്റഡ്. പ്രോമിസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോട്ട് ക്യാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് റണ്ണ് ചെയ്യുന്നു. എന്നിട്ട് നോട്ട് യൂസ്ഡ് ഹിയർ ബട്ട് ഇറ്റ്സ് ഗുഡ് പ്രാക്ടീസ് ടു ഇൻക്ലൂഡ് ഇറ്റ്. അതായത് പ്രോമിസ് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡോട്ട് ക്യാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ഇത് ശരിക്കും റിജക്റ്റഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ റിജക്റ്റഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ റിജക്റ്റഡ് സ്പെസിഫൈ ചെയ്യണം, നല്ലതായിരിക്കും. അതായിരിക്കും ഇതിനും കൂടി ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഡോട്ട് ക്യാച്ച്, അപ്പൊ എന്തെങ്കിലും റിജക്റ്റഡ് ആണെങ്കിൽ ഡോട്ട് ക്യാച്ചിലേക്ക് വന്നിട്ട് എററിനെ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് ആഫ്റ്റർ 2 seconds എന്ന് വെച്ചാൽ ഡാറ്റ നെയിം ജൂണ് ഏജ് 30 എന്ന് വന്നിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നു. റിസോൾവ് ആണെങ്കിൽ ഡോട്ട് ഡെൻ വർക്ക് ചെയ്യുന്നു, റിജക്റ്റഡ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത്
പ്രോമിസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. റിസോൾവ്, റിജക്റ്റഡ്, പെൻഡിങ്, അങ്ങനെ ഉള്ള ഇത് പ്രോമിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്.